ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രതികരണം കൂടിയുണ്ട്. ചെമ്പാണോ സ്വർണ്ണമാണോ, കേസ് എടുക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അധികാരികളൊക്കെ തന്നെ നോക്കട്ടെ. അന്ന് ചെമ്പാണോ സ്വർണ്ണമാണോ പൂശിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് റെക്കോർഡുകൾ പരിശോധിക്കണമെന്നാണ് ജി സുകുമാരൻ നായർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. ഇപ്പൊ ഒരു വാർത്ത വരുന്നുണ്ട്. അതായത് 98 ശബരിമലയില് ഈ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു. പക്ഷെ 2019 അതിൽ വന്നിരിക്കുന്ന രേഖയിൽ വന്നിരിക്കുന്നത് പറയുന്നത് അത് ചെമ്പാണെന്നാണ്. ഞങ്ങൾ പ്രതികരിക്കുന്നില്ല. അതൊക്കെ അതിന്റെ അധികാരികൾ നോക്കട്ടെ. ചെമ്പാണോ സ്വർണമാണോ, കേസെടുക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്ന അവരല്ലേ. നമുക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാം. അങ്ങനെ വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഒരു അണ്ണ വെച്ചത് ചെമ്പ് പൂച്ചയാണോ വെച്ചിരിക്കുന്നത്, അല്ല സ്വർണമാണോ എന്നൊക്കെ റെക്കോർഡെല്ലാം നോക്കേണ്ട കാര്യങ്ങളല്ല. എന്തായാലും കൃത്യമായ ഒരു അന്വേഷണം നടക്കണം അല്ലേ? ഇന്ന് ഞാനതൊന്നും പറയുന്നില്ല. അവര് ഗവൺമെന്റ് ദേവസ്വം ബോർഡുമുണ്ട്. അതിന് വേണ്ട അന്വേഷണങ്ങൾ നടത്തി നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഉണ്ടാവില്ല പ്രതികരണം, അങ്ങനെ ഒന്നുമില്ല. അതൊന്നുമില്ല. ഓക്കെ. അനന്തകൃഷ്ണനിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് പോകാം. അനന്തൻ, NSSന്റെ ചോദ്യവും അത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ആ ചോദ്യം അവർ ഉയർത്തും. ചെമ്പാണോ സ്വർണ്ണമാണോ എന്നൊക്കെ അധികൃതർ പരിശോധിക്കട്ടെ. പക്ഷേ അത് കൃത്യമായിരിക്കണം എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. റെക്കോർഡുകളൊക്കെ പരിശോധിച്ചാൽ കാര്യങ്ങൾ അറിയാമെന്നാണ് ഇപ്പോൾ സുകുമാരൻ നായർ മാതൃഭൂമി ന്യൂസിനോട് പറയുന്നത്. തട്ടിപ്പാണ് എന്നുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ മുന്നിലുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിന് ഉത്തരം ലഭിക്കണം. അത് തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് അല്ലേ? ജനറൽ സെക്രട്ടറിയുടെ ഈ പ്രതികരണം അത് ദുർബലവും ഒപ്പം തന്നെ വളരെ ലാഘവത്തോടും ഉള്ളതാണ്. നമുക്കറിയാം, ശബരിമലയുടെ കാര്യത്തിൽ NSS എപ്പോഴും എടുക്കുന്നത് ശക്തമായ നിലപാടാണ്. നേരത്തെ ഈ ആചാരപരമായ കാര്യങ്ങളിലുമൊക്കെ NSS ആണ് മുന്നിട്ടിറങ്ങിയത്. പക്ഷേ ശബരിമലയിലെ സ്വത്തിൻ്റെ കാര്യം വന്നപ്പോൾ വളരെ ദുർബലമായ, അത് ആരെങ്കിലും അന്വേഷിച്ചോട്ടെ, സർക്കാരോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡോ അന്വേഷിച്ചോട്ടെ എന്ന് മാറി നിൽക്കാൻ NSSന് കഴിയുമോ? കാരണം ശബരിമലയിൽ അത്രയും ശക്തമായ നിലപാടെടുക്കുന്ന NSSന് ശബരിമലയിൽ ഒരു ഭക്തൻ വിജയ് മല്യ എന്ന ആൾ സമർപ്പിച്ച 30 കിലോ സ്വർണത്തിൽ ഒരു വലിയ അംശം തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഇങ്ങനെയാണോ NSS പ്രതികരിക്കേണ്ടത് എന്ന് അയ്യപ്പ ഭക്തർ ആലോചിക്കേണ്ടതാണ്. ഏതായാലും മറ്റൊരു കാര്യം, നേരത്തെ നമ്മൾ ഒരു പ്രതികരണം കൊടുത്തപ്പോൾ ആ ശബരിമലയിലെ ഒരു തൂണും തുരുമ്പും എന്തെങ്കിലും പുറത്തു കൊണ്ടുവന്നാൽ പുറത്ത് മാർക്കറ്റിൽ എന്താണ് വില എന്നുള്ളത്, അത് സ്വർണ്ണമായാലും തകിടായാലും പഞ്ചലോഹമായാലും അതല്ലെങ്കിൽ ഒരു ചകിരിനാരായാൽ പോലും അത് കുറേ നാൾ ശബരിമല ഇരുന്നതാണെങ്കിൽ പുറത്തു വരുമ്പോൾ സാധാരണ വിലയല്ല അതിന് മാർക്കറ്റിലുള്ളത്. അതിൽ കോടികൾ കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങാൻ ആളുണ്ട്. അപ്പോൾ ശബരിമലയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് കൊണ്ട് അതെന്താണ് ലാഭം എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് നേരത്തെ കണ്ട പ്രതികരണം. ഏതായാലും NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇങ്ങനെയല്ല ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടത്. വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് ഇന്ന് പുറത്തുവിട്ടത്. കാരണം ശബരിമല പോലെ കേരളത്തിൻ്റെ ഏറ്റവും പരിപാവനമായി കാണുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ഒരു ആരാധനാ സങ്കേതത്തിലെ സ്വത്ത് തട്ടിക്കൊണ്ടുപോയി അതിന് വലിയ തോതിൽ കൃത്രിമത്വം നടത്തി എന്ന് സംശയിക്കാവുന്ന തെളിവുകൾ പുറത്തു വരുന്നു. അപ്പോൾ ആചാരപരമായ കാര്യങ്ങളിൽ എങ്ങനെയാണോ NSS അടക്കമുള്ള സംഘടനകൾ പുറത്ത് പ്രതികരിച്ചത്, അതിനേക്കാൾ ശക്തമായി വേണം അയ്യപ്പൻ്റെ സ്വത്ത് സംരക്ഷിക്കാൻ ഇവർ നിൽക്കേണ്ടത് എന്നുകൂടി പറയേണ്ടി വരും.